ഇപ്പോ തനിക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ആ, ഇതന്നെ എനിക്കും തോന്നിയത്. എനിക്കിതുവരെ അങ്ങനൊരു സംശയമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ വാഷ്റൂമില് ഷവർ തുറന്ന് വെള്ളം പോകുന്ന ശബ്ദവും ഞാൻ കേട്ടു. അവന്തിയടുത്ത മുറിയിലുണ്ടാവുന്ന കരുതി ഞാൻ കുറച്ചു നേരം കാത്തു നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഷവർ ആരോ ഓഫ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അവന്തിയടുത്ത് പുറത്തുനിന്ന് അങ്ങോട്ട് വന്നത്. അവരുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നതിന് എന്നെ കുറെ ചീത്തയും പറഞ്ഞു. പക്ഷേ അവന്തിയടുത്ത് വാതിൽ തുറന്നപ്പോൾ നന്ദേട്ടൻ കട്ടിലിൽ കിടക്കുന്ന ഞാൻ കണ്ടു. ഞാനിത് അന്ന് പറയാൻ മറന്നുപോയതാ. ചിലപ്പോ നമുക്ക് തോന്നിയതായിരിക്കും. അല്ല സച്ചേട്ടാ, കൃഷ്ണഭദ്ര സാർ വിളിച്ചിരുന്നോ? അച്ഛന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞത് ഉറപ്പല്ലേ? എന്തായാലും ബെയിൽ ആപ്ലിക്കേഷൻ കോടതി സ്വീകരിച്ചല്ലോ. അത് പരിഗണിക്കുമെന്നാണ് കൃഷ്ണഭദ്രൻ സാറ് പറഞ്ഞത്. ഹൈക്കോർട്ടിൽ നിന്ന് ബെയിൽ കിട്ടാതിരുന്ന അച്ഛന്റെ കാര്യം ആകെ കഷ്ടത്തിലാവും. മരിച്ചവരിൽ രണ്ടുപേരുടെ ബന്ധുക്കളോട് താൻ പരാതിയില്ലെന്ന് കൺസെന്റ് എഴുതി വാങ്ങിയതാ നമുക്ക് ഗുണമായത്. ജാമ്യം കിട്ടാനുള്ള സാധ്യത തെളിഞ്ഞത് താൻ കാരണോ? നമ്മുടെ മുമ്പില് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ സച്ചേട്ടാ. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആരെ പോയി കാണാനും ആ സമയത്ത് ഞാൻ തയ്യാറായിരുന്നു. തൊഴിലാളികൾ മരിച്ചത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ നഷ്ടം. നമ്മളിപ്പോൾ കോമ്പൻസേഷനായിട്ട് കൊടുത്ത 50 ലക്ഷം രൂപ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ 3 കുടുംബങ്ങളുടെയും ആശ്രയം അറ്റുപോയത്. മുന്നോട്ട് ജീവിക്കാൻ ആ പണം കൊണ്ട് മാത്രം അവർക്ക് സാധിക്കുമോ? കമ്പനി മുഴുവൻ കത്തി നശിച്ചുപോയി. സമയത്ത് രജിസ്ട്രേഷൻ പുതുക്കാത്തതുകൊണ്ട് ഇൻഷുറൻസും കിട്ടില്ല. ആ മാനേജർ കാരണം എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നഷ്ടം നമുക്ക് എങ്ങനെയും നികത്താം. പക്ഷേ ആ കുടുംബങ്ങൾക്ക് വന്ന നഷ്ടം നികത്താൻ എന്ത് വില കൊടുത്തും നമ്മൾ അവരുടെ കൂടെ നിന്നേ പറ്റൂ. മരിച്ചവരും പരിക്കേറ്റ് ആശുപത്രി കിടന്നവരും എല്ലാവരും പാവങ്ങളാ. അന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാ. അവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് സച്ചേട്ടാ. നമുക്ക് എത്ര വലിയ നഷ്ടം വന്നാലും ആ കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യണം. നമ്മുടെ കമ്പനിയിൽ ഇന്ന് വരെ ഇങ്ങനൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ആ മാനേജറുടെ കാര്യം എന്തായി? അയാള് എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ? ഒരു വിവരവുമില്ല. അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പല വഴിക്കും ശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതിയാവുന്നുള്ളതുകൊണ്ട് അയാള് നാടുവിട്ട് പോയതായിരിക്കും. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സച്ചേട്ടാ, മോളെ ഒന്ന് നോക്കിയേക്കോ. ഞാൻ ഇതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം. അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വരാം.